ഒരു BJP നേതാവ് ഇന്നത്തെ ഇടതുപക്ഷത്തിന്റെ ഒരു ബിംബം എർണസ്റ്റോ ചെഗുവേരയെ കുറിച്ചൊരു പഠനം നടത്തുന്നു. എന്താണ് ഇതിന് പിന്നിലുള്ള ചേതവികാരം? ഈ ചെഗുവേര വിപ്ലവകാരി എന്ന് എനിക്ക് തോന്നുന്നില്ല ചെഗുവേര വരെ അവകാശപ്പെടുന്നു. അവസാന നിമിഷം നിവൃത്തിയില്ലാണ്ട് അദ്ദേഹം പലതും ചെയ്തിട്ടുണ്ട്. ദുർബലനായി അങ്ങനെ പറയാൻ പറ്റുമോ ചെഗുവേര? ചിലതിൽ മാത്രമാണ് ദുർബലൻ, ചില കാര്യത്തിൽ അയാളുടെ വീഞ്ഞും കുടിച്ച് അയാളുടെ ഭാര്യയെ കയറി പിടിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടുത്തെ യുവാക്കൾ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും. ഇനി അതൊക്കെയാണോ വിപ്ലവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു കൈ കൊണ്ട് തോക്കെടുത്ത് വെടിവെക്കാൻ അദ്ദേഹം മറ്റേ ഇവിടെ ഒരു കൈ കൊണ്ട് മതിലാടിയ അയാളാണോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. കൂടെയുള്ളവരുടെ ജീവനോടെ വെടിവെക്കുമ്പോൾ ഇയാൾ കൈയും തലയിൽ വെച്ച് കീഴടക്കി ഓടി വന്നിരിക്കുന്നു. കൊല്ലാം, പക്ഷെ തോപ്പിക്കാനാവില്ല. വിപ്ലവ പാട്ടുകളുടെയും മുദ്രാവാക്യങ്ങളുടെയും ഒക്കെ പ്രധാനപ്പെട്ട സാധനം ഗൊറില്ല തന്ത്രങ്ങളാണ്, ചെഗുവേരയുടെ യുദ്ധതന്ത്രങ്ങൾ. എന്നെ ശ്യാമ ഇറക്കി വിടില്ലെങ്കിൽ പറയാം, അതൊരു പച്ച കോപ്പിയാണ്. നമസ്തേ. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പാടിയും പറഞ്ഞും കേട്ട ഈരടികളിൽ സജീവ സാന്നിധ്യമായ ഒരു വിപ്ലവകാരി ചെഗുവേരയെ കുറിച്ച് ആഴത്തിൽ നടത്തിയൊരു പഠനമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം. ചെഗുവേര വാഴ്ത്തും വാസ്തവം. ഏറെ കൗതുകരമായ കാര്യം, ഈ പുസ്തകവും പഠനവും നടത്തിയ ആൾ ഒരു വിപ്ലവ പാർട്ടിയിൽ നിന്നുള്ള പ്രതിനിധിയല്ല, മറിച്ച് ഒരു BJP നേതാവാണ്. ശ്രീ PR ശിവശങ്കരൻ, സ്വാഗതം ഈ പ്രത്യേക പരിപാടിക്ക്. ഒരു BJP നേതാവ് ഇന്നത്തെ ഇടതുപക്ഷത്തിന്റെ ഒരു ബിംബം എർണസ്റ്റോ ചെഗുവേരയെ കുറിച്ചൊരു പഠനം നടത്തുന്നു. എന്താണ് ഇതിന് പിന്നിലുള്ള ചേതവികാരം? ശ്യാം, 2-3 കാര്യങ്ങളുണ്ട്. എല്ലാം തുറന്നു പറഞ്ഞാൽ പാർട്ടിയിലെ ചിലർക്ക് ഇഷ്ടാവില്ല എന്ന് എനിക്കറിയാം, എന്നാലും പറഞ്ഞല്ലേ പറ്റൂ. ഒന്ന്, ഒരു കാലഘട്ടത്തിൽ, ഇപ്പോൾ ശ്യാം എല്ലാം പഠിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും, നമ്മളുടെയൊക്കെ കോളേജ് കാലഘട്ടത്തിൽ ചെഗുവേര പൊതുവെ കലാലയത്തിന് ഇടതുപക്ഷത്തിൻ്റെ മാത്രമല്ല നമ്മളുമൊക്കെ ഒരുപക്ഷെ ആരാധിക്കുകയും മനസ്സിലാക്കി ഇത്തരം ഒരു വിപ്ലവകാരിയോ. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരു രാജ്യത്ത് അർജൻറ്റീനയിൽ ജനിക്കുന്നു, ക്യൂബയിൽ പോയി വിപ്ലവം നടത്തുന്നു, പിന്നെ അവിടെ ഭരണാധികാരിയായി മന്ത്രിയായിരിക്കുമ്പോൾ കോങ്കോയിലും ബൊളീവിയയിലും ഒക്കെ പോയിട്ട് സമരം ചെയ്ത് അവസാനം ബൊളീവിയയിൽ വെച്ച് മരണപ്പെടുന്നു. ലോകത്ത് ഏത് വിപ്ലവകാരിക്ക് അവകാശപ്പെടാം ഇത്തര ഒരു ജീവമായിരുന്നു? മാത്രമല്ല, അന്ന് ഈ മോട്ടോർ സൈക്കിൾ ഡയറി വായിച്ചില്ലെങ്കിൽ എന്തോ ഒരു കുറച്ചിൽ പോലെയാണ്. പക്ഷേ ആ സിനിമയും കൂടെ വന്നപ്പോൾ ഇറ്റ് ബിക്കേം എ ട്രെൻഡ്. ഇടതുപക്ഷ സഹായത്തിന് മാത്രമല്ല, BJPയിലെ തന്നെ താങ്കൾക്കും അറിയാവുന്ന പല നേതാക്കൾക്കും ചെഗുവേര വലിയ വിപ്ലവകാരിയാണെന്നും നമ്മളുടെയൊക്കെ പല പുസ്തകങ്ങളിലും കോട്ട് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ വീരചരിത്രം ഇതൊക്കെ. അപ്പോൾ ഞാനും ഒരു ആരാധകനായിരുന്നു ഒരു കണക്കിന് പറഞ്ഞാൽ. അങ്ങനെയാണ് ചെയ്യേണ്ട പുസ്തകങ്ങളൊക്കെ മറ്റുള്ള എല്ലാവരും വരെ വായിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്, ഇത് ഇറ്റ്സ് എ ഫേക്ക്. കാരണം ഇത് ഫേക്ക് എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് യശസ്വരനായ ബഹുമാന്യനായ സാനു മാസ്റ്റർ അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ ഇതിൽ ഞാൻ എൻ്റേതായ യാതൊരു അഡീഷണൽ ഇതും എഴുതിയിട്ടില്ല. അദ്ദേഹം അതിൻ്റെ മനോഹരമായൊരു ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സ്വകലോൽപിതമായ പരനിന്ദയോ ആക്ഷേപം ചൊരിയലോ അല്ല, മറിച്ച് ചേയുടെ കൃതികളും ചേയെക്കുറിച്ച് എഴുതപ്പെട്ട ആധികാരികമായ ജീവചരിത്രങ്ങളും നന്നായി പഠിച്ചു തന്നെ മുന്നോട്ട് വയ്ക്കുന്ന പുനർവിചിന്തനങ്ങളാണ് എന്ന് സാക്ഷാൽ സാനുമാഷ് തന്നെ എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെക്കുറിച്ച് പറയാതിരിക്കാൻ പോയി. അദ്ദേഹം ഈ പുസ്തകം വായിച്ചിട്ട് ആ പ്രായത്തിൽ അവസാന കാലഘട്ടത്തിൽ എനിക്കൊന്ന് 3 പ്രാവശ്യം എന്നെ വിളിച്ചു വരുത്തി. അവസാനം ഒരു 10ഓളം ക്വസ്റ്റ്യനെയർ, ഇത് ഏത് പുസ്തകത്തിലാണ്, എവിടെയാണ് പറഞ്ഞേക്കണേ, പേജ് നമ്പർ കാണിക്കൂ എന്ന് പറഞ്ഞ് ക്രോസ് ചെക്ക് ചെയ്ത് ഒരു 5-6 ആയപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എൻ്റെ അടുത്ത് എവിഡൻസ് ഉണ്ടെന്ന്. ഞാൻ എല്ലാ പുസ്തകവും കൊണ്ടേ വെച്ച് പറഞ്ഞപ്പോൾ പിന്നെ പുള്ളി നിർത്തി. 6ാമത്തെ ആയപ്പോഴത്തേക്കും പുള്ളി നിർത്തി. കാരണം ഒരു അധ്യാപകൻ എന്നതിൽ പുള്ളിക്ക് അറിയാം, ഒരു വിദ്യാർത്ഥിയോട് ചോദിക്കുമ്പോഴുള്ള ഉത്തരം കണ്ടിട്ടായിരിക്കാം. പക്ഷേ എന്നാലും 5-6 ചോദ്യങ്ങൾ വളരെ കൃത്യമായി പഠിച്ച് തന്നെയാണ് അദ്ദേഹം ചോദിച്ചിരുന്നത്. വളരെ നല്ലോണം പഠിച്ചിട്ടാണ് അദ്ദേഹം എനിക്ക് ഇതിനെ ആമുഖം എഴുതി തന്നത്. ഒരു സംശയമുണ്ട്. ഞാനത് പറഞ്ഞു വരുന്നത്, അങ്ങനെ ഞാൻ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പുസ്തകങ്ങളിൽ തന്നെ അദ്ദേഹം ഇന്ന് വാഴ്ത്തപ്പെടുന്ന ചെഗുവേരയെക്കുറിച്ചല്ല ചെഗുവേര തന്നെ എഴുതിയിട്ടുള്ളത്.
ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ ഒരു ഫസ്റ്റ് പേജ് തന്നെ പറയുന്നുണ്ട്. ആദ്യം ഗ്രാൻമയിലേക്ക് പോകുന്നത് ഐ ആം ചൂസൺ ആസ് എ ഡോക്ടർ. ഒരു വിപ്ലവകാരിയായിട്ടല്ല, അദ്ദേഹത്തിന് വെടിവെക്കാൻ അറിയില്ലായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഐ ടുക്ക് ദ ഏറ്റവും മോശമായ വെപ്പൺ, തോക്കാണ് ഞാൻ എടുത്തിരുന്നത്. കാരണം ഞാൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ തോക്ക് ശത്രുക്കൾക്ക് കിട്ടരുത് എന്ന് വെച്ചിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതിലും വിചിത്രകരമായും അദ്ദേഹം ചിന്ത പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ, ഇനിയിപ്പോൾ വേറെ ആരുമല്ല, ആദ്യത്തെ വെടിവെപ്പിൽ തന്നെ ഇങ്ങനെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കീഴടങ്ങാൻ തീരുമാനിക്കുക. വിപ്ലവകാരി. എന്നിട്ട് അദ്ദേഹം തന്നെ പറയണ്ടേ, വെടിവെച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെവിട്ടിലൊറ്റ വെടി കൊണ്ടുവന്ന് പറയണു. അദ്ദേഹം ഉന്നം ഇല്ലാതെ മറ്റുള്ളവർ വെടിയിക്കണ പോലെ എങ്ങോട്ടൊക്കെയോ വെടിവെച്ചു അത്ര, ഈ ഗറില്ല യുദ്ധ തന്ത്രജ്ഞൻ. അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ചൂസൺ ആസ് ഡോക്ടർ എന്നുള്ളത്, അതിലെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ഒരു ആരാധ്യനായ ബിംബമാണല്ലോ ചെഗുവേര. പക്ഷെ പലരും ഇവിടെ ഡോക്ടറേറ്റ് നേടിയതൊക്കെ നമ്മൾ അറിയാം ഏത് രീതിയിലാണ്. അപ്പോൾ ആ ഒരു പിന്തുടർച്ച ഈ വിഷയത്തിലൊക്കെ ഇവർ കൊണ്ടുവരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അതിലും വിചിത്രമായ കാര്യമാണ് ഈ സ്കിൻ ഡിസീസ്. അന്ന് അവിടെ ധാരാളം ഈ മറ്റുള്ള കുഷ്ഠരോഗം പോലത്തെ അസുഖമുണ്ടായിരുന്നപ്പോൾ അകത്തേക്ക് വരുന്നവർക്ക് ഇത് സ്കിൻ ഡോക്ടർ എന്ന് ആണുള്ള രീതിയിലാണ് വരുന്നത്. അതിലൊക്കെ ഞാനത് ആ ഡീറ്റെയിലേക്ക് സമയം ഇത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അദ്ദേഹം ഈ പറയുന്ന പ്രശസ്തമായ മോട്ടോർ സൈക്കിൾ ഡയറി ആ യാത്ര നടത്തുന്നു. അതിനു മുമ്പ് അദ്ദേഹം ഒരു ചെറിയ സൈക്കിളിലൊരു യാത്ര നടത്തുന്നുണ്ട്. അതിനുശേഷം മലയാള വിവർത്തനങ്ങളിൽ ഒന്നുമില്ലാത്ത ഒരു ഓയിൽ ടാങ്കറിൽ, ഷിപ്പിൽ അദ്ദേഹം 6 മാസം പോകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അതൊരു 17-20 മാസം അദ്ദേഹം ക്ലാസ്സിൽ പോയിട്ടില്ല. 14 ഇത് എഴുതിയിട്ടേ ഇല്ല. ഈ അർജൻറ്റീനയിലെ ഡോക്ടറും നല്ല ഭേദപ്പെട്ട ഒരു MBBS പരീക്ഷ തന്നെയാണ്. അദ്ദേഹം പരീക്ഷ പാസ്സായിട്ടില്ല, എഴുതിയിട്ടില്ല. എങ്ങനെയും ഒരു അല്ല, ഞാൻ പറയുന്നത് ഫസ്റ്റത്തെ ആ ഒരു ബിംബവൽക്കരണത്തിന്റെ ആദ്യത്തെ ആണിക്കല്ലാണ് ഈസ് എ ഡോക്ടർ. അല്ല, അതാണ് ഇവിടെ വീഴുന്നത്. അദ്ദേഹം ഡോക്ടറല്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ തന്നെ അത് കോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിസിലിയ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകളോറ്റ് അദ്ദേഹത്തെ കാണുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, യു ബെറ്റർ ഫൈൻഡ് എ ഡോക്ടർ. അപ്പോൾ യു ആർ എ ഡോക്ടർ എന്ന് സിസിലിയ പറയുന്നുണ്ട്. ഐ മീൻ ദ റിയൽ ഡോക്ടർ എന്ന് ചെഗുവേര തന്നെ പറയുന്നുണ്ട്. അത് ഒരു കാലിലെ ചുണങ്ങിനൊറ്റ മരുന്ന് വയ്ക്കാണ്. എന്നിട്ടും അദ്ദേഹം പറയുന്നത് എനിക്ക് പണി അറിഞ്ഞുകൂടാന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഗ്രാൻമയിലേക്ക് സെലക്റ്റും ചെയ്തു കേട്ടോ ഡോക്ടറായിട്ട്. അന്ന് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ഡോക്ടർ തുന്നിക്കുത്താനൊക്കെ അറിയുന്നൊരു നേഴ്സ്, ഒരു ഗ്ലോറിഫൈഡ് നേഴ്സ് എന്ന് അതിൽ കൂടുതലും ഫിദലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇരിക്കട്ടെ ഒരാൾ ചാവാൻ. അല്ല, ഞാൻ അതായത് രണ്ടാമത്തെ എൻ്റെ ചോദ്യം, ഫിദൽ കാസ്ട്രോയായിട്ടാണ് നമ്മൾ ബന്ധപ്പെടുത്തേണ്ടത് സ്വാഭാവികമായിട്ട്. അതിൽ തന്നെ ഒരുപാട് ഫൈൻഡിങ്സ് അങ്ങയുടെ ഈ പുസ്തകത്തിലുണ്ട്. പക്ഷെ അതിനു മുമ്പ് ചെഗുവേര എന്നൊരു വ്യക്തിയും സോഷ്യലിസ്റ്റും ആ രീതിയിലാണ്. അപ്പോൾ വിപ്ലവകാരി എന്ന് ഇവിടെ ടീഷർട്ടിലൊക്കെ ചെഗുവേരയുടെ ഈ എന്താ പറയുക ഫോട്ടോ ഒക്കെ, ഈ ചുരുട്ട് കത്തിച്ച് പിടിക്കുന്ന ഫോട്ടോ ഒക്കെ ആയിട്ട് യുവജനങ്ങൾ ഇങ്ങനെ പുറകെ പോവുക. ഒരു വിപ്ലവകാരി എന്ന രീതിയിൽ ചെഗുവേരയെ നമ്മൾ സമീപിക്കുമ്പോൾ ഇപ്പോൾ പല ഫൈൻഡിങ്സും അങ്ങയുടെ കയ്യിലുണ്ട്. പ്രധാനമായും അത് എത്രത്തോളം അത് സത്യമുണ്ടെന്നൊരു ചോദ്യമുണ്ട്. ഈ ചെഗുവേര വിപ്ലവകാരി എന്ന് എനിക്ക് തോന്നുന്നില്ല ചെഗുവേര വരെ അവകാശപ്പെടുന്നത്. അവസാന നിമിഷം നിവൃത്തിയില്ലാണ്ട് അദ്ദേഹം പലത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ ക്യൂബൻ വിപ്ലവത്തിൽ ഒരു പങ്കും ഉണ്ടായിരുന്നില്ല വലിയ കാര്യമായിട്ട്. ഒന്ന്, ക്യൂബൻ വിപ്ലവത്തിൽ ഫിദൽ കാസ്ട്രോന് വലിയ പങ്കില്ല. അവസാന കാലഘട്ടത്തിൽ ആണ് ഇവർ യുദ്ധം ജയിച്ച് മുന്നോട്ട് വന്നതും പിന്നെ ഈ ചില പ്രകടനത്തിൽ നേതാക്കൾ കയറി നിൽക്കുന്ന പോലെ കയറി നിന്നതുമാണ് ചരിത്രം. അതിനു മുമ്പേ ഇപ്പം ഞാനിതിനകത്ത് പലരുടെയും പേര് പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അവരെല്ലാം യുദ്ധം നയിച്ച് ഏതാണ്ട് വിജയത്തിൻ്റെ എത്തിയപ്പോൾ ഇവർ വിപ്ലവം എന്ന് പറഞ്ഞ് കയറി വരികയാണ് ചെയ്തത്. അതിൽ തന്നെ നമുക്കറിയാം ചെഗുവേരയ്ക്ക് ഒരു റോളും ഉണ്ടായിരുന്നില്ല. ക്യാമിലോ ആയിരുന്നു അവിടുത്തെ അതുകൊണ്ടാണ് അദ്ദേഹത്തെ സൈന്യാധിപനാക്കിയത്. ഇദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞ, ഇദ്ദേഹത്തെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളെ അവിടുത്തെ സൈന്യാധിപനാക്കണമെങ്കിൽ ഇദ്ദേഹത്തിന് കൊടുത്തത് ജയിലിലെ സൂപ്രണ്ടൻ്റ് റോളാണ്, ഒരു കാവൽക്കാരൻ എന്നുള്ളൊരു അർത്ഥം. സൈന്യാധിപൻ ക്യാമിലോ ആയിരുന്നു. ക്യാമിലോ സുന്ദരനായിരുന്നു, അപാര പ്രാസംഗികനായിരുന്നു, ജനകീയനായിരുന്നു. അദ്ദേഹമാണ് ഈ പറയുന്ന അദ്ദേഹം നയിച്ച യുദ്ധങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ടാങ്ക് വന്നപ്പോൾ അദ്ദേഹം ഈ ട്രാക്ടറിൽ ഇരുമ്പിൻ്റെ കവചം വെച്ച് ടാങ്കറിനെ നേരിടുക, അത്തരത്തിലുള്ള വളരെ ഇന്നോവേറ്റീവ് കാര്യങ്ങളൊക്കെ നേരിട്ട് ഇതിൽ ഞാൻ കൊടുത്തത്. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൈയൊടിഞ്ഞ് ഇരിക്കുകയാണ് ചെഗുവേര. ഫോട്ടോ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോസിലുണ്ട്. ആ സമയത്ത് ഒരു കൈ കൊണ്ട് തോക്കെടുത്ത് വെടിവെക്കാൻ അദ്ദേഹം ഇവിടെ ഒരു കൈ കൊണ്ട് മതിലാടിയ അയാളാണോ എന്ന് എനിക്കറിഞ്ഞില്ല. എന്താ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. ഒരു കൈ ഒടിഞ്ഞ് അദ്ദേഹം ഏതാണ്ട് ഒരു 3 മാസം എന്തായാലും പോകും. പിന്നെ അതിന് പറ്റിയ ആരോഗ്യമൊന്നും ആസ്മാറ്റിക് പേഷ്യൻ്റായ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഒരു അത്ര വലിയ ആരോഗ്യമുള്ള ആളൊന്നും ദുർബലനായി അങ്ങനെ പറയാൻ പറ്റുമോ ചെഗുവേര? ചിലതിൽ മാത്രമാണ് ദുർബലൻ, ചില കാര്യത്തിൽ അല്ല, നമുക്ക് ഡീറ്റെയിലേക്ക് അതിലേക്ക് വരാം. അപ്പോൾ വിപ്ലവ
വാസ്തവത്തിൽ അദ്ദേഹം ആരെയും വെടിവെച്ച് വന്നിട്ട് അങ്ങനെയല്ല. അദ്ദേഹം വെടിവെച്ച് വന്നിട്ടുണ്ട്. ഈ ലാക്കബാനയിൽ ഓഫീസറായിരുന്നപ്പം, ഈ പറഞ്ഞ ഓണറായിരുന്നു, അതിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഫിദിലിൻ്റെ അവിടുത്തെ അധികാരിയായിരുന്നപ്പോൾ ഒരുപാട് പേരെ വെടിവെച്ച് വന്നിട്ടുണ്ട്. ആ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിടിച്ച് കെട്ടിയിട്ട് വന്ന പുള്ളി വെടിവെച്ചില്ലായിരുന്നു, അല്ലാണ്ട് ആരെയും വെടിവെച്ച് വന്നിട്ട്. എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത്, ഇപ്പൊ കേരളത്തിൽ മറ്റൊരു ബിംബവൽക്കരണം നടത്തുന്ന ആളാണ്, നമുക്കൊക്കെ അറിയാം, മലബാർ കലാപത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ. അപ്പൊ അയാളെ തന്നെ നമ്മൾ, ഞാൻ പേര് പറയുന്നില്ല, അയാളെ തന്നെ നമ്മൾ ഏത് രീതിയിലാണ് ഇവിടുത്തെ ഇടതുപക്ഷ ജിഹാദികൾ ബിംബവൽക്കരണം നടത്തുന്നത്. കൊണ്ടോടി തങ്ങളെ കാണാൻ പോയപ്പോൾ അദ്ദേഹം ഒന്ന് എഴുന്നേറ്റ് നിന്നപ്പോൾ കണ്ടം വഴി ഓടിയ ഒരു മനുഷ്യനെയാണ് ഇവിടെ വലിയൊരു ബിംബവൽക്കരിക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ ഒരു വിപ്ലവകാര്യം, പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഗൗരവം എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഈ പുതിയ തലമുറയിലേക്ക് ഇതൊരു ചുരുട്ട് പോലെ, ഒരു ലഹരി പോലെ ഇതിങ്ങനെ പടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ കൃത്യമായി തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, അവിടെയാണ് ഈ ഒരു ബിംബത്തിന് എത്രത്തോളം ശക്തിയില്ല എന്ന കാര്യം കൂടി പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരു വിപ്ലവകാരി എന്ന രീതിയിൽ ചെഗുവേരയെ സമീപിക്കുമ്പോൾ പങ്ക് തന്നെ പറയുന്നു, അതിലൊരു നമുക്ക് പറയാനേ സാധിക്കുന്നില്ല. പിന്നെ എന്തിനായിരുന്നു ഈ മോട്ടോർ സൈക്കിൾ ഡയറി? മോട്ടോർ സൈക്കിൾ ഡയറി പ്രസിദ്ധീകരിക്കുന്നത് തന്നെ കാലം തെറ്റിയ പ്രസിദ്ധീകരിക്കേണ്ടി വന്നതാണ് ഗതികേട് കൊണ്ട്. ഈ ബൊളീവിയൻ ഡയറിയും ഒക്കെ പ്രസിദ്ധീകരിച്ചതിന് ശേഷം, ഗെറില്ല യുദ്ധാന്തരവും പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് മോട്ടോർ സൈക്കിൾ ഡയറി പ്രസിദ്ധീകരിക്കുന്നത്. അതിൻ്റെ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പലയിടത്തും പ്രസിദ്ധീകരിക്കുമ്പോൾ അവസാനം ഫിദിലിനോട് നിർബന്ധമായിട്ട് ഓഷ്യൻ പ്രസിൻ്റെ ഡയറക്ടർക്ക് പറയേണ്ടി വന്നു, നിങ്ങളിത് പ്രസിദ്ധീകരിക്കണം. കാരണം ഇത് അദ്ദേഹത്തിന് ഭയങ്കര ജനകീയതയുണ്ടായിരുന്നു. അത് റഷ്യൻ ചരിത്രകാരനൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഒരു ഓറ ഉണ്ടായിരുന്നു, ഭയങ്കര ഒരു ഗ്ലാമർ താരം. സുന്ദരനൊന്നും ആയിരുന്നില്ല, പക്ഷേ ഫോട്ടോ സൗന്ദര്യമുള്ളായിരുന്നു. അല്ല, അതിനേക്കാൾ സൗന്ദര്യം ക്യാമ്പിലുണ്ടായിരുന്നു. എങ്ങനെ അദ്ദേഹത്തിന് ഒരു ഓറ കിട്ടി. അപ്പോൾ ഈ മോട്ടോർ സൈക്കിൾ ഡയറിയൊക്കെ അങ്ങ് പ്രസിദ്ധീകരിക്കേണ്ടി വന്നതാണ്. ആദ്യം മോട്ടോർ സൈക്കിൾ ഡയറി ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, പല ഭാഗമായിട്ട് രഹസ്യമായിട്ടാണ് ക്യൂബയിൽ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അത് നമുക്കറിയാം ഫിദിലിനും അവിടുത്തെ ഭരണകൂടത്തിനും ചെഗുവേരയോടുള്ള എത്രത്തോളം ദയുണ്ടായിരുന്നു എന്ന്. അങ്ങനെയാണ് ഈ മോട്ടോർ സൈക്കിൾ ഡയറി വന്നത്. മോട്ടോർ സൈക്കിൾ ഡയറി തന്നെ വിചിത്രമായൊരു, ഞാൻ പറഞ്ഞത് അതിന് മോട്ടോർ സൈക്കിൾ ഡയറി എന്ന് പേരിടാനേ പറ്റില്ല. കാരണം ആകെ 25 ദിവസമൊക്കെയാണ്, 200ഓളം ദിവസം യാത്ര പറയുന്ന മോട്ടോർ സൈക്കിൾ ഡയറി എന്ന പുസ്തകത്തിൽ 25ാമത്തെ ദിവസം പെഡറോസ എന്ന അദ്ദേഹത്തിൻ്റെ 50cc ബൈക്ക് തകരുകയാണ്. പിന്നെ അദ്ദേഹം യാത്ര ചെയ്ത് കാറിലും ബസ്സിലും ട്രെയിനിലൊക്കെയാണ്. അപ്പോൾ ഈ ഏതാണ്ട് ഒരു 100-125 കിലോമീറ്ററോ 200 കിലോമീറ്ററൊക്കെയാണ് അദ്ദേഹം ബൈക്കിൽ യാത്ര ചെയ്തേക്കണം. ഈ യാത്രയാണോ നിങ്ങൾ മോട്ടോർ സൈക്കിൾ ഡയറി എന്ന് പറയുന്നത്? അത് വിചിത്രമല്ലേ? 200 ദിവസം യാത്ര, അതിനകത്ത് 25 ദിവസം യാത്ര. അങ്ങനെയാണെങ്കിൽ വല്ല ബസ് ഡയറി, അങ്ങനെയാണെങ്കിൽ പുസ്തകം വിൽക്കുക പോലും ഇല്ലായിരുന്നു. എൻ്റെ ബസ് യാത്ര ഡയറി കുറിപ്പുകൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേരെന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം വിമാനത്തിലൊരു യാത്ര ചെയ്തിട്ടുണ്ട്, അവസാനം ബോട്ടിൽ, വിമാനത്തിൽ, കാറിൽ, ട്രക്കിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പോണത്. ഇതൊക്കെ മോട്ടോർ സൈക്കിൾ ഡയറിയുടെ പേരിലാണ് വരുന്നത്. അതിനേക്കാൾ വിചിത്രമായി ഈ മോട്ടോർ സൈക്കിൾ ഡയറി എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്, അത് തല്ലിപ്പൊളിച്ച് കളഞ്ഞതാണ്. അത് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്, ഞാൻ എഴുതി വെച്ചല്ല. അദ്ദേഹം കയ്യിൽ 5 പൈസയില്ല, ഫ്രീ ആയിട്ട് നന്നാക്കാമെന്ന് പറഞ്ഞ ഒരു വർക്ക്ഷോപ്പുകാരൻ്റെ ഭാര്യയെ കയറി അകത്ത് കയറി പിടിക്കുമ്പോൾ അവരെ തല്ലാണ്ട് എങ്ങനെ ഇരിക്കുന്നത് അത് ഇയാൾ എഴുതി വെച്ചിട്ടുണ്ട്. അയാളുടെ വീഞ്ഞും കുടിച്ച് അയാളുടെ ഭാര്യയെ കയറി പിടിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഇവിടുത്തെ യുവാക്കൾ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും. ഇനി അതൊക്കെയാണോ വിപ്ലവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് പലരും പറയുന്നത് അദ്ദേഹം ചെറുപ്പകാലം തൊട്ട് മാർക്സിൻ്റെ കൃതികൾ വായിച്ച് വളരെ തീവ്രമായി കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റേ മോട്ടോർ സൈക്കിൾ ഡയറിയിലെ യാത്രയിൽ അദ്ദേഹം പൂർണ്ണ വിപ്ലവകാരിയാവുന്നു. ഇത് ഞാൻ വായിച്ചിട്ടൊന്നും കണ്ടില്ല, എവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇതൊക്കെയാണ് ഞാൻ വായിച്ചിട്ട് കണ്ടേക്കണേ. ആദ്യം ചിച്ചിനാന്ന സുന്ദരിയായ അതീവ പണക്കാരിയായ കാമുകിയുടെ നിന്ന് വളയം മേടിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ കാമുകിയെ കാണുന്നുമില്ല, ആ വളയം തിരിച്ചു കൊടുക്കുന്നില്ല, പൈസയും തിരിച്ചു കൊടുക്കുന്നില്ല, അവൾക്ക് മേടിച്ചു കൊടുക്കുന്ന ഗൗണും മേടിച്ചു കൊടുക്കുന്നില്ല. ആ പൈസയും കൊണ്ടാണ് പോയിട്ട് വേറൊരുത്തൻ്റെ ഭാര്യക്കാർ പിടിക്കുന്നത്. എന്നിട്ട് അലയുടെ ഭാര്യ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദാമ്പത്യത്തിന് വലിയ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. അത് വേറെ കഥയുണ്ട്, അതൊക്കെ പറഞ്ഞാൽ. അല്ല, എനിക്ക് സങ്കടം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ തന്നെ റാണ പ്രതാപ് സിംഗിനെ പോലെ, സ്വാമി വിവേകാനന്ദനെ പോലെ, ഭഗത് സിംഗിനെ പോലെയൊക്കെ നമ്മുടെ ഈ പിറന്ന മണ്ണിൽ ഇത്രയും വലിയ ഈ പുണ്യഭൂമിയിൽ ജനിച്ച ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ നമുക്ക് മാതൃകയാക്കാൻ എത്ര പേരുണ്ട് ഇവിടെ. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ ബിംബവൽക്കരിക്കുന്നത് എന്നുള്ളൊരു വലിയ സങ്കടം അവിടെയുണ്ട്. ഞാൻ അതിലേക്ക് വരാം. എനിക്ക് ഒരു കാര്യം അത് പറയാനുണ്ട്. ഞാൻ ഈ മലബാറിലേക്ക് യാത്ര ചെയ്തുമ്പോഴൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടത് ഈ നമ്മളുടെയൊക്കെ സംഘ അല്ലെങ്കിൽ ഒരു BJPയുടെ എല്ലാം ഒരു കൊടിയടയാളം പോലെ നമ്മൾ വീരശിവജിയുടെ കൊടിയടയാളം കാവിയിൽ നമ്മൾ ഇപ്പം ഈയിടെയായിട്ടാണ് കൂടുതൽ കണ്ടേക്കണത്. അപ്പോൾ CPMൻ്റെ ഭാഗത്തുനിന്ന് ഈ കൊടിയിൽ
ചെഗുവേരയുടെ ഫോട്ടോയാണ് മലബാറിൽ പ്രത്യേകിച്ച് കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും. ഈ രണ്ട് ബിംബങ്ങളെയും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി, എവിടെ കിടക്കണു സത്യത്തിൽ. അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റേതായ ഒരു കോട്ടിങ് ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ അവരുടെ എഴുതിയ പുസ്തകങ്ങളിൽ നിന്ന് മാത്രമാണ് ഞാൻ എടുത്തേക്കണത്. അതിലെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തന്നെ തെറ്റാണ്. ഈ ചെഗുവേരയെ ഇന്നതാണ് എന്ന് പൊളിച്ച് കാണിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല. തെറ്റായ രീതിയിൽ അദ്ദേഹത്തെ ബിംബവൽക്കരിക്കാൻ നമ്മളും സഹായിച്ചു. അല്ലെങ്കിൽ ഗ്രേറ്റ് ഇനീഷ്യേറ്റീവാണ് ശ്രീ പി ആർ ശിവശങ്കർ. കാരണം ഇത് സമൂഹത്തിൽ ചെയ്യുന്നൊരു നല്ല കാര്യം കൂടിയാണ്. കാരണം എന്തിനാണ് ചെഗുവേരയെ ഞാൻ ആരാധിക്കുന്നതെന്ന് പുതിയ തലമുറയിലോട് അവരോട് ചോദിച്ചാൽ അവർക്ക് ഉത്തരവില്ല. എന്തിനാണ് ഞാൻ ആരാധിക്കുന്നത്? അല്ല ശ്യാം, അതിലൊരു വ്യത്യാസമുണ്ട്. ഞാൻ ഞെട്ടിപ്പോയത്, ഞാൻ ഈ പുസ്തകം എഴുതാൻ കാരണം, ഞാനൊരു കോളേജിൽ പോയപ്പോൾ ഞാനിങ്ങനെ ചെഗുവേരയെക്കുറിച്ച് ഞാൻ ജസ്റ്റ് പറഞ്ഞു അങ്ങനെയല്ല സാർ, അദ്ദേഹം മരിക്കുന്ന നേരത്ത് പോലും അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ തൊട്ടു മുൻപ് അദ്ദേഹം ഒരു ടീച്ചറോട്, സ്കൂൾ ടീച്ചറോട് അവിടുത്തെ ഗ്രാമർ തെറ്റാണെന്നും ഈ സ്കൂളിൻ്റെ ശോചനീയ അവസ്ഥയെക്കുറിച്ചുമാണ് പറഞ്ഞത്. അതൊക്കെ ഒരു വിപ്ലവമായിരിക്കേ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അത് ചരിത്രത്തിൻ്റെ ഭാഗമാണെന്ന്. എന്നാൽ ആൻഡേഴ്സൺ എഴുതിയ പുസ്തകത്തിൽ എഴുതിയേക്കണത്, അത് ഇറ്റാലിക്സ് ഇട്ടിട്ട് അടിയിൽ ഇങ്ങനൊരു കഥ വെക്കുന്നുണ്ട്, അത് ശരിയാവാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞാണ് ആൻഡേഴ്സൺ എഴുതിയേക്കണത്. ഒന്ന് ആലോചിച്ച് നോക്കണം, CIA ബൊളീവിയൻ ആർമിയുടെയും നിയന്ത്രണത്തിൽ പൂർണ്ണമായി ഒരു വെടിയുമേറ്റ് കിടക്കുന്ന ഒരാളെ കാണാൻ ഒരു സ്കൂൾ ടീച്ചർ, 24 വയസ്സുള്ള സ്കൂൾ ടീച്ചറെ കയറ്റിവിടും. ആൻഡ് അത് ആ റെക്കോർഡ് ചെയ്ത ആൾ പറയുന്നുണ്ട്, ഞാൻ ഐ ഗിവൺ എ സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ ചെഗുവേര. മേ ബി ഇത് ഹിസ് കുറച്ച് പേരെ കാണാണ്ടായിരുന്നില്ല ആ സമയത്ത്. അത് വേറൊരു ചരിത്രമാണ്. എന്നെ കൊല്ലാം കീഴടക്കാനാവില്ല എന്നാണ് ചെഗുവേര പറഞ്ഞത്. അതെ, കൂടെയുള്ളവരുടെ ജീവനോടെ വെക്കുമ്പോൾ ഇയാൾ കയ്യും തലയിൽ വെച്ച് കീഴടക്കി ഓടി വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെങ്ങാനും തിരിച്ചു വന്ന് രക്ഷപ്പെടുത്തു വെച്ചിട്ട് ഹീ പുട്ട് എ സ്പെഷ്യൽ ആംഡ് ഗാർഡ്, ഐ മീൻ 1-2 അല്ല, ആംഡ് ഗാർഡിനിട്ട് ആ സ്കൂൾ കെട്ടത്തിൽ കൈ പുറകെ കെട്ടി കിടത്തിയേക്കാണ്. അവരെ ഒന്ന് കണ്ടു ഈ സ്കൂൾ ടീച്ചർ. അപ്പോൾ ചെഗുവേര ഇത് പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. 2 ദിവസമായിട്ട് ഭക്ഷണം പോലും കൊടുത്തില്ലെന്ന് CIA ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നുണ്ട്. കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല. പക്ഷെ അത് അങ്ങനെ ചെഗുവേര പറഞ്ഞിട്ടില്ല കേട്ടോ. ചെഗുവേരയുടെ പേരിൽ ആരും ഇറക്കിക്കാണ്, പുസ്തകത്തിലൊന്നുമില്ല. അല്ല, അവിടെയാണ് പ്രശ്നം. ഈ ഇത്തരം എഴുത്തുകാരെയാണ് നമുക്ക് രണ്ടാമത് നോക്കേണ്ടത്. ഞാൻ പിന്നെ ആദ്യം ഒന്ന് ചെഗുവേരയുടെ ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞപ്പോൾ അതെ. അല്ല, ഇങ്ങനത്തെ കഥകളുണ്ട് ചെഗുവേരയെക്കുറിച്ച്. ഇതെങ്ങും ഒരു സത്യസന്ധതയുടെ ഒരു ലെവലേശമില്ലാത്ത ഇത്തരം പൊടിപ്പും തൊങ്ങലും വെച്ച വാഴ്ത്തുപാട്ടുകൾ, അതാണ് ചെഗുവേരയെക്കുറിച്ച് പലരും സത്യസന്ധത വിശ്വസിക്കുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ അടുത്ത തലമുറ അത് ചരിത്രമാണെന്ന് വിശ്വസിക്കാൻ സാധ്യതയുള്ളതും ചെറുപ്പക്കാർ പറയുന്നത്. അതിനെ തകർക്കുക എന്നുള്ള, അതിനെ കോളേജിൽ വെച്ചിട്ട് ആ യുവാവ് പറഞ്ഞത് ഇത്ര ആവേശത്തോടു കൂടി അവർ പറയുന്നു. ഒരു 10 തവണയോ 100 തവണയോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചരിത്രത്തിൻ്റെ ഭാഗമായി. അത് ഞാനിതിലിപ്പോൾ ഈ ജയേന്ദ്രൻ സാറിനെ പോലുള്ള പത്രപ്രവർത്തകർ, അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ ചെഗുവേരയെക്കുറിച്ചിട്ട്. അദ്ദേഹം പറഞ്ഞത് തൻ്റെ ചുറ്റുമുള്ളവരെ ആകർഷിക്കാൻ ഇത്രയേറെ കഴിവുള്ള ഒരാളെ ഈ കാലഘട്ടം അല്ലെങ്കിൽ ഈ നൂറ്റാണ്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ, ബൊളീവിയയിൽ പോയപ്പോഴത്തേക്കും ഒരു 100 പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വിപ്ലവം ജയിച്ചേരെന്ന് കരയുന്ന ചെഗുവേര സ്വയം ബൊളീവിയൻ്റെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 50 പേരെ കിട്ടിയിരുന്നെങ്കിൽ ഈ യുദ്ധം ഇങ്ങനെ ആവില്ലായിരുന്നു. ദാറ്റ് മീൻസ് ബൊളീവിയയിൽ പോയിട്ട് ഒരു 50 പേരെ പുള്ളിക്ക് ചേർക്കാൻ പറ്റില്ല. അവിടെയാണ് സുഭാഷ് ചന്ദ്രബോസിനുള്ള ആളുകൾ പറയും, നിങ്ങൾ എനിക്ക് രക്തം തരും, ഞാൻ സ്വാതന്ത്ര്യം തരാം. അദ്ദേഹത്തിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ, ഇതൊരു 50 പേരെ കിട്ടിയില്ല. അത് അടുത്ത കഥ. ഈ ഗൊറില്ല തന്ത്രം, ഇപ്പം പ്രത്യേകിച്ച് വിശേഷിച്ച് ഈ നേരത്തെ ഞാൻ ആമുഖത്ത് പറഞ്ഞതുപോലെ വിപ്ലവ പാട്ടുകളുടെയും മുദ്രാവാക്യങ്ങളുടെയും ഒക്കെ പ്രധാനപ്പെട്ട സാധനം ഈ ഗൊറില്ല തന്ത്രങ്ങളാണ്, ചെഗുവേരയുടെ യുദ്ധതന്ത്രങ്ങൾ. എന്നെ ശ്യാമ ഇറക്കി വിടില്ലെങ്കിൽ പറയാം, അതൊരു പച്ച കോപ്പിയാണ്, കോപ്പി പോലുമല്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഇങ്ങനെ. ഇവിടെ മലയാളത്തിൽ DC ബുക്സ് 7-8 പേര് ഇറക്കിയിട്ടുണ്ട്, 5-6 പേരൊക്കെ ഇറക്കിയിട്ടുണ്ട്. DC ബുക്സ് ഇറക്കിയ പുസ്തകം തന്നെ 5-9 പതിപ്പോറ്റുണ്ട്. ഒരു കൈപ്പുസ്തകം ബൈബിൾ പോലെ കൊണ്ടുനടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഈ ഗറില്ല യുദ്ധതന്ത്രം. ട്രാൻസ്ലേഷൻ നമ്മുടെ CP ജോൺ. അതെ, മനോഹരമായ ട്രാൻസ്ലേഷനാണ്. CP നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് ഇംഗ്ലീഷും, കാരണം ഇത് വല്ല തെറ്റുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ വായിച്ചു നോക്കിയത്. രണ്ടും ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഒറിജിനൽ കൃതിയല്ല അത്. ഇതിൽ പല കൃതികളുടെയും ഒരു വളരെയധികം കോപ്പി അല്ലെങ്കിൽ കോമ്പിനേഷൻസാണ്. അദ്ദേഹത്തെ ഈ ഗറില്ല യുദ്ധതന്ത്രം ഇവർ ക്യൂബയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവരെ ഈ ആർമി ഇത് പഠിപ്പിച്ചു കുറച്ച് നാളൊക്കെ, ഒരാഴ്ച കൊണ്ട് എന്ത് ട്രെയിനിങ് കിട്ടണമെന്ന് പറഞ്ഞാൽ ഒരാഴ്ച, ഒരു ക്രാഷ് കോഴ്സ്. അതെ,
എന്നിട്ട് ഇയാൾ പഠിച്ചില്ല, തോക്കില്ലാണ്ട പോയെന്നുള്ള വേറെ കാര്യം. കേണൽ ബയോ എന്ന് പറഞ്ഞ സ്പാനിഷ് ഒരു മേജറോ കേണലോ ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇത് പഠിപ്പിച്ചത്. അദ്ദേഹം എന്നിട്ട് അദ്ദേഹം സ്വന്തം വീട് വരെ വിറ്റ് ഈ ആർമി ഇവർക്ക് കൊടുത്തു കേട്ടോ. അദ്ദേഹം ക്യൂബക്കാരനായിരുന്നു. ഫണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സ്ഥലവും കൂടെ വിറ്റ് ഇവർക്ക് കൊടുത്തിട്ടാണ് ഫിദിലിനെ കയറ്റിവിട്ടത്. ഒരൊറ്റ അക്ഷരം ഈ മനുഷ്യനെക്കുറിച്ച് ഒരൊറ്റ തവണ മാത്രം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വേഡ്, അതായത് ഈ വിപ്ലവം വിജയിക്കുമ്പോൾ ഏറ്റെടുത്ത സ്ഥലങ്ങൾ അതിൻ്റെ ഷെയറായിട്ട് കൊടുക്കണം എന്ന് ബയോ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് എഴുതി. അല്ലാതെ തന്നെ പഠിപ്പിച്ചു എന്ന് ഇങ്ങനെ ഒന്നും രണ്ടുപേരും എഴുതിയിട്ടില്ല. ഫിദലും എഴുതിയിട്ടില്ല, ഈ ചെഗുവേരയും എഴുതിയിട്ടില്ല. പക്ഷേ ഇത് പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, 150 ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഓഫ് ദ 4 ഗറില്ലാസ്. അതെ, ബയോനെ നന്നായിട്ട് അറിയാം, ബയോനെ പഠിപ്പിച്ചിട്ടുണ്ട്, ബയോനെ ചെഗുവേര ഒരുവണ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകം വായിക്കാതിരിക്കാൻ യാതൊരു സാധ്യതയില്ല. എന്നിട്ടത് വായിച്ചില്ലെങ്കിൽ അതിനേക്കാൾ തെറ്റാണ്. കാരണം വായിച്ചു പഠിക്കാണ്ട് ഇയാൾ അങ്ങോട്ട് പോയി എന്നല്ല അർത്ഥം. വായിച്ചില്ല എന്ന് പറയണമെങ്കിൽ അത് അതിനേക്കാൾ തെറ്റാണ്. വായിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോപ്പിയാണത് പലയിടത്തുണ്ട്. ഈ പറയുന്ന ബൊളീവിയയിൽ ഒക്കെ അദ്ദേഹം ആർമി മാർച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എങ്ങനെയാണോ ബയോ പറയണേ അതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മെക്സിക്കോയിൽ റെയ്ഡ് നടക്കുമ്പോൾ, അവിടെ റെയ്ഡ് നടന്നപ്പോൾ മെക്സിക്കൻ പോലീസ് പിടിച്ച ഘട്ടത്തിൽ അവിടെ ഹോച്ചമിൻ്റെയും മാവോ സേതുങ്ങിൻ്റെയും പുസ്തകങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മാവോ സേതുങ്ങിൻ്റെ അപ്പോൾ ഗർല യുദ്ധതന്ത്രമുണ്ട്. ഹോച്ചമിൻ്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക പേരാണ് അദ്ദേഹത്തിൻ്റെയും ഒരു ഗർല. വൺ ഓഫ് ദ ബെസ്റ്റ് വൺ. ഇത് മൂന്നും വെച്ച് സ്റ്റഡി പലരും നടത്തിയിട്ടുണ്ട്. പിന്നെ ആർട്ട് ഓഫ് വാർ എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ടായിരുന്നു. അതും എനിക്ക് തന്നെ 17-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഒരു ചൈനീസ് പുസ്തകം, ഇപ്പോഴും വളരെ എക്സലൻ്റ് വൺ. ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാവും ഈ സാധനം എന്താണെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞത് ഗറില്ല യുദ്ധതന്ത്രം നമ്മൾ സംഘസഞ്ചയവരെങ്കിലും വായിക്കണം. കാരണം അതിനകത്ത് ഒരു 90% എഴുതിയേക്കണത് എങ്ങനെ ലേസ് കെട്ടണം, എവിടെ ചുരുട്ട് വെക്കണം, എവിടെ തീപ്പെട്ടി വെക്കണം എന്നൊക്കെയാണ് പലതും. ഇതും ഗറില്ലായിട്ട് എന്ത് ബന്ധമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിചിത്രമായില്ല. പക്ഷേ ഒരു സ്ഥലത്ത് പുള്ളി എഴുതിയിട്ടുണ്ട്, ഏറ്റവും സംഘടനാ തന്ത്രവും പിന്നെ അതേപോലെ ദർശനവും എന്നുള്ളൊരു 17-ാമത്തെ പാഠം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വ്യക്തമായി ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ദേശീയ നേതാക്കളെക്കുറിച്ചിട്ടുള്ള പുസ്തകങ്ങൾ യുവതലമുറയെ പഠിപ്പിക്കുകയും അവരെ അച്ചടക്കം പഠിപ്പിക്കുകയും വേണം എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് തന്നെയല്ലേ സംഘം ചെയ്യണേ. ദേശീയ നേതാക്കളെക്കുറിച്ചുള്ള പുസ്തകം വായിക്കണം, അവരെ ദേശീയ ബോധം ഉണ്ടാക്കണം, അവർക്ക് ഒരു എന്താ അടുക്കും ചിട്ടയുള്ള ജീവിതം ഉണ്ടാക്കാനായിട്ട് അത് സഹായിക്കും, അത് വേണം. അത്തരത്തിലുള്ള പഠനങ്ങളാണ് വേണ്ടത് എന്ന് ചെഗുവേര എഴുതി വെച്ചിട്ടുണ്ട്. അത് അടിയിൽ ചെഗുവേരയ്ക്ക് പകരം അത് ഡോക്ടർ ഹെഡ്ഗേവാർന്നോ ഡോക്ടർ വിവേകാനന്ദനെ കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, പക്ക അത് നമുക്ക് കറക്റ്റ് മാതൃകയാക്കേണ്ട ഒരു സാധനം കിട്ടി. അതിവർ പറയില്ല. അത് CPM പറയും. ചെഗുവേര ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദേശീയ നേതാക്കളെ കുറിച്ചിട്ടുള്ള, ദേശീയ ഹീറോസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു ജീവിതത്തിൽ അടുക്കും ചിട്ടയും വേണം. ഇതൊക്കെ അദ്ദേഹത്തിന് ഇല്ലെങ്കിലും അങ്ങേര് പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ പറയാനായിട്ട് തയ്യാറായിട്ടില്ല. ഇതാണ് ഗറില്ല യുദ്ധതന്ത്രത്തിൻ്റെ കാര്യം. അതിനകത്ത് ഒന്നുമില്ല. പക്ഷേ ബയോ എഴുതിയതിൽ കൃത്യമായിട്ട് ഗ്രനേഡ് എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ ലോഞ്ചർ വയ്ക്കണം, ലോഞ്ചർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടണം, അല്ലെങ്കിൽ വെടിമരുന്ന് തീർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണത് ഇത് ചെയ്യേണ്ടത്, ഇത്തരത്തിൽ ഗ്രനേഡ് എങ്ങനെ ഉണ്ടാക്കുക, ഒരുപാട് ഡീറ്റെയിൽസ്, 150 ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ശരിക്കും ഗറില്ല യുദ്ധതന്ത്രം. അല്ലാണ്ട് സിഗരറ്റ് എവിടെ വെക്കണ്ടേ, ലേസ് എങ്ങനെ കെട്ടണ്ടേ, തൊപ്പി വയ്ക്കുമ്പോൾ തിരിച്ചു വെക്കണം, കിടന്നുറങ്ങാനായിട്ടുള്ള ബാഗ് പുറകിൽ വെക്കണം, ഇതൊക്കെയാണോ ഗറില്ല യുദ്ധതന്ത്രം? നടന്നു പോകുമ്പോൾ വലത്തേക്കാലും മുമ്പിൽ വെക്കണമെന്ന് എഴുതിയിട്ടില്ല, ഭാഗ്യം. അല്ല, ഈ തന്ത്രങ്ങൾ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കി എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് പുള്ളിയുടെ ഈ വിപ്ലവ ചരിത്രം എടുത്തത്. അതും കൂടെ സമയമെടുത്ത ഈ പുള്ളിയുടെ തന്ത്രം എങ്ങും വലിച്ചിട്ടില്ല. ഇവരിപ്പം നേരെ പലരും വിചാരിച്ചാൽ യുദ്ധം ക്യൂബയിൽ നിന്ന് നേരെ ബൊളീവിയയിലേക്ക് പോയിന്ന ഇടയിൽ കോങ്കോയിൽ പോയി ഒരു പണിയില്ലാണ്ട് പെട്ടുപോയെന്ന് മാത്രമല്ല, അവിടെ മൂന്നാമനായിട്ട് എന്നെ ഒരു കമ്മീഷണറായിട്ട് പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കത്തെഴുതിയെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. അവിടെ ടാറ്റു എന്നാണ് പേര്. ടാറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോങ്കോയൻ ഭാഷയിൽ, ബാലി ഭാഷയിലട്ടെ, അവിടെ ബാലി ഭാഷയിൽ മൂന്നാമൻ എന്നർത്ഥം. മൂന്നാമനും ആയിരുന്നില്ല അവിടെ, എന്താ പറയുക, ചൊറി കുത്തുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വെറുതെ ഇരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു യുദ്ധം ചെയ്തിരുന്നില്ല, അവിടെ ഒരു കാര്യം ചെയ്തില്ല. അതോടൊപ്പം തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഫിദൽ കാസ്ട്രോയും ചെഗുവേരയും തമ്മിലുള്ള ഒരു ബന്ധം. ഇപ്പോൾ ഈ വിപ്ലവ ഗാനങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനത്തോടു കൂടി അവർ പറയുന്ന ഒരു കാര്യം അതാണ്, ഫിദൽ കാസ്ട്രോ ചെഗുവേര. അപ്പോൾ അതിൽ കൂടി നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ പല പ്രധാനപ്പെട്ട പല കൗതുകരമായ ഇൻസൈഡ് ട്രൂത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും വില്ലൻ ഫിദലാണ്. അതിൽ പാവം ചെഗുവേര പെട്ടുപോയി.
ചെഗുവേരയോട് പറഞ്ഞിരുന്നു, ഐ വിൽ നോട്ട്, നിന്നെ ഞാൻ ബിട്രേ ചെയ്യില്ല, നിന്നെ ഞാൻ വിട്ടുകളയില്ല എന്ന് ഫിദിൽ തന്നെ പറയുന്നതായിട്ട് ഫിദിലിനെ ഇൻ്റർവ്യൂ ചെയ്ത് പറയുന്നുണ്ട്. എന്നിട്ട് ചെഗുവേര പറയുന്നുണ്ട്, അദ്ദേഹത്തിന് എന്നേക്കാൾ നല്ല ഫൈറ്ററെ കിട്ടിയേക്കാം, പക്ഷേ എൻ്റേതത്രയും അദ്ദേഹത്തെ സംഘടനാപരമായും ആദർശപരമായും പിന്താങ്ങുന്ന ഒരാളെ കിട്ടില്ല എന്നൊക്കെയായിരുന്നു ചെഗുവേര വിശ്വസിച്ചിരുന്നത്. പക്ഷേ സുഖമായിട്ട് കൈയൊഴിഞ്ഞു, സുഖമായിട്ട് കഴിഞ്ഞു. അത് ബൊളീവിയൻ, കൊളംബിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നക്സലും ആ കാലഘട്ടത്തിൽ തന്നെ പ്രസ്താവന ഇറങ്ങിയിരുന്നു. ഫിദിൽ ബിട്രേഡ് ചെ എന്ന് പറഞ്ഞ് അവർ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അവസാന കാലഘട്ടത്തിൽ. വേറെ നിവൃത്തിയില്ലായിരുന്നു. അതിൽ എൻ്റെ രസകരമായി ഞാൻ ഈ ചെഗുവേര ക്യൂബയിൽ നിന്ന് പോയതിന് ശേഷമാണ് ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്. അതിൻ്റെ ആദ്യത്തെ പോളിറ്റ് ബ്യൂറോയിലാണ് ചെഗുവേര ക്യൂബയിൽ നിന്ന് പോയി എന്ന് ഫിദിൽ പ്രസ്താവിക്കുന്നത്. അപ്പോൾ പിന്നെ ചെഗുവേര കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ളതിന് വേറെ തർക്കമൊന്നും ഇയാൾ പോയി എന്ന് ഉറപ്പാക്കിയത് അവിടെ വെച്ചിട്ടാണ്. ഉറപ്പിച്ചു മാത്രമല്ല, പക്ഷെ അദ്ദേഹത്തെ ഫിദിലിനെ കണ്ടുപിടിക്കേണ്ടത് ഈ ചോദ്യം വന്നതിന് എന്തുകൊണ്ട് ഇവിടെ വേറൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു അവിടെ. അതിലും രസകരമാണ്. ഈ ക്യൂബയിലെ ഭരണാധികാരി എതിർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഭരണം പങ്കിട്ടൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് മാറ്റിയിട്ടാണ് ഫിദിൽ ഈ ഭരണകൂടത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരെണ്ണം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആ ചോദ്യം ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്തു, ചെ കാണാതായി എന്നങ്ങ് ആദ്യം പ്രസ്താവന ഇറക്കി. അപ്പോൾ പത്രക്കാരൻ അതിൻ്റെ പുറകെ പോയി, ഇയാൾ പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി. എന്നിട്ടോ ഈ ക്യൂബൻ ഭരണാധികാരിയുടെ കൂടെ മന്ത്രിയായിരുന്ന ആളെയും കൂടെ പോളിറ്റ് ബ്യൂറോ വെച്ചിട്ട് പുതിയ പോളിറ്റ് ബ്യൂറോ ഉണ്ടാക്കി. അതായത് എതിർക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കൂടെ നിൽക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എനിക്ക് അടിയന്തരാവസ്ഥ ഓർമ്മ വരുന്നത് ഇവിടുത്തെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, എതിർക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അടി കൊടുത്തതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, വളരെ കൊണ്ടതും. ഇത് അടിയന്തരാവസ്ഥയേക്കാൾ ഗംഭീരം. അല്ല, എനിക്ക് തോന്നുന്നു ഈ പാർട്ടിയെ പറ്റി നിങ്ങൾക്ക് ഒരു ചുക്ക് പറഞ്ഞുകൂടാന്ന്. പക്ഷേ അന്താരാഷ്ട്രത്തിൽ ഒരൊറ്റ ലൈനാണ്. അന്ന് ഇവർ ഇതേപോലെ ഈ വേൾഡ് വാർ വന്നപ്പോഴത്തേക്കും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെ പിന്തുണച്ച പോലെ തന്നെ അവിടെ ബാറ്റിസ്റ്റയും പിന്തുണച്ചു. പക്ഷേ ഒരു പടിയും കൂടെ ചേർന്ന് ബാറ്റിസ്റ്റയുടെ കൂടെ മന്ത്രിയായി മന്ത്രിസഭയിൽ. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാറ്റിസ്റ്റ ഇറങ്ങി ഓടിയപ്പോഴത്തേക്കും ഓടി വന്ന് ഇവരുടെ കൂടെ ചേർന്നു. ഫിദിൽ 2 വർഷം പിടിച്ചു മന്ത്രിസഭയിൽ കയറാൻ. അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും. ഈ പുള്ളി തിരിച്ചു വന്നപ്പോൾ ചെഗുവേര തിരിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഫിദൽ പുള്ളിയെ ഒരു നിർണായക ഉത്തരവാദിത്വമൊക്കെ ഏൽപ്പിച്ചു എന്നൊക്കെ ചരിത്രരേഖകൾ പറയുന്നുണ്ട്. ഇദ്ദേഹം പോയിട്ട് ക്യൂബയിൽ തോറ്റിട്ട് തിരിച്ചു വന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ക്യൂബയിലേക്ക് കൂടെ പോയ പാബോ സംതിങ് അദ്ദേഹവും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ചെ നെവർ ബെൻഡ് ഫോർ ഫിദിൽസ് ആൻഡ് ക്വസ്റ്റ്യൻസ്. തിരിച്ചു വരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരിക്കലും തിരിച്ചു വരില്ലാതെ പറഞ്ഞു പോയത് വെസ്റ്റ് ജർമ്മനിലേക്കാണ്. അതെ, അദ്ദേഹം ഒരിക്കലും തിരിച്ചു പോയിട്ടില്ല. തിരിച്ചു വന്നൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ രഹസ്യമായിട്ട് പോയിട്ടുണ്ടാവും. ഏതായാലും തെളിവുകളൊന്നുമില്ല ഒഫീഷ്യലി. അത്രയേറെ ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി വളരെ പ്രശ്നമായിരുന്നു. അത് നിവൃത്തിയില്ലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാനിത് പറയുന്നത്. ഇത് ചെഗുവേരയെ കുറിച്ചിട്ടുള്ള വിമർശനമായിട്ടുള്ള പുസ്തകമായിട്ട് ഇതിനെ കാണരുത്. ഞാനിത് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. ഇതൊരു ചെഗുവേര വിമർശനമല്ല, ഇതൊരു ചരിത്ര വിമർശനമാണ്. ചരിത്രത്തിൽ എങ്ങനെയാണ് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതേപോലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു പരിധിവരെ കിഴക്കൻ ജർമ്മനിയും അടക്കം മറ്റ് രാജ്യങ്ങളെ കോളനികളാക്കി നിർത്താൻ ശ്രമിച്ചിരുന്നത് എന്നതിൻ്റെ ചരിത്രവും കൂടെയാണ്. സ്വന്തം ഇൻഡിവിജ്വാലിറ്റി മറന്നുകൊണ്ട്. ഇപ്പോൾ നമുക്കറിയാം റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിനായിരുന്നു ക്യൂബ. അതെ, അവിടെ പക്ഷേ കോങ്കോയിലേക്ക് ഇദ്ദേഹം വന്നപ്പോൾ അവിടെ റഷ്യൻ ഇടപെടലുകളും ഉണ്ടായിരുന്നു, ചൈനീസ് ഇടപെടലുകളും ഉണ്ടായിരുന്നു. 2 സ്ഥലത്ത് അവർ തമ്മിലുള്ള ക്ലാഷും ഉണ്ടായിരുന്നു. എന്നിട്ട് അനന്യ വിപ്ലവകാരി, തൊട്ടപ്പുറത്തുള്ള വിപ്ലവകാരെ ചേർത്തിട്ടാണ് അമേരിക്കൻ ഭരണകൂടം കോങ്കോയിൽ കയറി ആക്രമിക്കുന്നതും രക്ഷപ്പെടുന്നതും. അപ്പോൾ ഇവിടെ ഈ ചെഗുവേരയ്ക്ക് വേണ്ടത്ര സ്വാധീനം കൊടുക്കാഞ്ഞത് ഈ കബില എന്നുള്ള കോങ്കോ വിപ്ലവകാരിയുടെ നേതാവ്, അദ്ദേഹം റഷ്യൻ കൺട്രോളിലായിരുന്നു. അത് കാരണം ചെഗുവേരയ്ക്ക് അവിടെ സ്പേസ് കൊടുത്തില്ല. കാരണം ഇദ്ദേഹം റഷ്യയെ വിമർശിച്ചിട്ടാണ് പോയത് ക്യൂബയിൽ നിന്ന്. ക്യൂബയിലെ US പ്രസംഗിച്ചപ്പോൾ 2 പ്രാവശ്യം USSRനെതിരെ